സെൻസർ ബോർഡ് റിട്ടേൺ ആയിട്ട് ഈ പ്രൊഡ്യൂസർക്ക് ഡയറക്ടർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ എന്ന് സംശയം. ഏതായാലും അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ആയിട്ട് എഴുതി വാങ്ങേണ്ടി വരും. എങ്കിൽ മാത്രമേ അവർ പറയുന്ന വാദഗതിക്ക് അല്ലെങ്കിൽ കൊടുത്ത പരാതിക്ക് എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു സെൻസർ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടില്ല, ഓറലായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ആ ഭാഗം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ കോടതിക്ക് ഇതേപ്പറ്റി വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. അവരുടെ റിട്ടേൺ ആയിട്ടുള്ള അവരുടെ അഭിപ്രായം കോടതി മുമ്പാകെ ഹാജരാക്കണം സെൻസർ ബോർഡ്. അതിന് സമയമെടുത്തേക്കാം. ഏതായാലും ഈ ഫിലിമിൻ്റെ പ്രൊഡക്ഷൻ ഇതിൻ്റെ കഴിഞ്ഞിരിക്കുന്നു. അത് സെൻസർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 27-ാം തീയതി അത് റിലീസിങ് ഡേറ്റ് ആണ്. ആ ഡേറ്റും ഏതായാലും കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭീമമായ നഷ്ടം ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടർമാരും ഇതുമൂലം ഈ ഡേറ്റ് മാറിയത് മൂലം ഉണ്ടാകുന്നതെന്ന് കരുതുന്നു. കാരണം ഇതേ രീതിയിലുള്ള പേരുകൾ ഇന്ത്യയിലെ പല സിനിമയ്ക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ സീത, ഗീത എന്നൊക്കെ പറയുന്ന ക്യാരക്ടേഴ്സ് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് സിനിമകളിൽ.